ഇഡി ഉദ്യോഗസ്ഥനെതിരായ കൈക്കൂലി കേസിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം അന്വേഷണത്തെ ബാധിക്കില്ലെന്ന് വിജിലൻസ്. കേസിൽ ഒന്നാം പ്രതി ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യുന്നതിൽ തീരുമാനമായില്ല. അതിനിടെ ശേഖർ കുമാറിനെതിരായ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. ഇഡി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഡൽഹിയിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൈക്കൂലി കേസിൽ വിജിലൻസ് പ്രതിയേർത്ത ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ കൊച്ചി സോണൽ ഓഫീസിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് മാറ്റിയിരുന്നു. രാജ്യത്ത് വിവിധ സോണലുകളിലെ 18 ഉദ്യോഗസ്ഥരുടെ സ്ഥലംമാറ്റ പട്ടികയിലായിരുന്നു ശേഖർ കുമാറും ഉൾപ്പെട്ടത്. എന്നാൽ സ്ഥലംമാറ്റം അന്വേഷണത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് എറണാകുളം റേഞ്ച് വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞു. ഒന്നാം പ്രതിയായ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യുന്നതിൽ തീരുമാനമായിട്ടില്ല. ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. 1.5 ലക്ഷത്തിലേറെ ഫോൺ രേഖകളും 3 ലക്ഷത്തിലധികം മറ്റു രേഖകളും പരിശോധിക്കേണ്ടതുണ്ട്. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും S ശശിധരൻ പ്രതികരിച്ചു. 50,000-ഓളം വോയിസ് ചാറ്റ്സും മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഏകദേശം വെരിഫൈ ഏകദേശം എത്തി നിൽക്കുകയാണ്. ഇനി കുറച്ച് ഒരു 3 ലക്ഷത്തിൽ പരം മറ്റ് ഡാറ്റ ഉണ്ട് നമുക്ക്. അത് നമ്മുടെ പരിശോധന തുടർന്നു വരികയാണ്. അപ്പോൾ അതാണ് എടുക്കുന്ന സമയം. തീർച്ചയായിട്ടും യാതൊരു സംശയം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ 2 ആഴ്ച നമുക്ക് നീട്ടി തന്നിട്ടുണ്ട്. വിത്തിൻ ദാറ്റ് ടൈം നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റുന്ന പ്രതീക്ഷയില്ല. നമ്മൾ നോർമൽ കോൾസിൻ്റെ എല്ലാം ഏകദേശമായി വരുന്നു. പക്ഷേ ഇത് ശരിക്കും ഒരു വോളമിനസാണ്, ശരിക്ക് അന്വേഷിക്കാനുണ്ട്. അപ്പോൾ അത് ആ ഭാഗമെല്ലാം കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പരാതിക്കാരനായ വ്യവസായി അനീഷ് ബാബുവിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അനീഷ് ബാബുവിനെതിരായ കേസിന്റെ വിവരങ്ങളും STF ശേഖരിച്ചിട്ടുണ്ട്. ശേഖർ കുമാറിന്റെ കൂടി മൊഴി രേഖപ്പെടുത്തിയ ശേഷം ED ഡയറക്ടർക്ക് STF വൈകാതെ റിപ്പോർട്ട് സമർപ്പിക്കും. ജനം, കൊച്ചി.